നമസ്കാരം മാന്യ പ്രേക്ഷകരെ, സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ നടന്നിട്ടുള്ളത് ഒരുപാട് റെക്കോർഡിക്കലായിട്ടുള്ള BJP-യുടെ വലിയൊരു പോരാട്ടം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അത് ആരുടെ മേന്മ കൊണ്ടാണ് എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കുന്നത് മാറ്റിവെക്കാം. ഇന്ന് പലരും എട്ടുകാലി മമ്മൂഞ്ഞിമാരായി രംഗത്ത് വന്നുകൊണ്ട് അത് എന്റെ മികവ് കൊണ്ടാണ് എന്ന് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. അതൊക്കെ മാറ്റിവെക്കാം, അതൊക്കെ സെക്കൻഡറി ആണ്. കഴിഞ്ഞ ഇപ്പൊ ഈ 2019 നടന്നതും 2024 നടന്നതുമായിട്ടുള്ള ആ വോട്ടിംഗ് ഷെയറിംഗിൽ തന്നെ വന്നിട്ടുള്ള ഭീകരമായിട്ടുള്ള മാറ്റം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അത് നമ്മൾ ലളിതമായിട്ട് 2014 നിന്ന് 2019 നിന്ന് 2024 നോക്കുന്ന സമയത്ത് UDF-ന് കിട്ടിയതും LDF-ന് കിട്ടിയതും NDA-ക്ക് കിട്ടിയതും എത്ര വോട്ടിംഗ് ശതമാനമാണ് എന്ന് ആ കണക്ക് ആധികാരികമായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് വരുന്നത്. UDF-ന് വരുന്നത് 47.48 2019 ഉണ്ടായിരുന്നത്, അതായത് 47.48% 2019 ഉണ്ടായിരുന്നത് 45.17% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 2% മുകളിലേക്ക് കുറഞ്ഞു എന്നുള്ളൊരു കണക്ക് നമുക്ക് കാണാൻ പറ്റും. LDF-ന്റേതാണെങ്കിൽ 36.29 ആണ് 2019 ഉണ്ടായിരുന്നത്. പക്ഷെ അത് 2024 ആയപ്പോഴേക്കും 33.34 കുറയുകയാണ് ചെയ്തത്. ഏകദേശം 3% അവിടെ കുറവ് വന്നിട്ടുള്ളത്. LDF-ന്റെ ആണെങ്കിൽ 3%, UDF-ന്റെ ആണെങ്കിൽ 2%-ഓളാണ് കുറവ് വന്നിട്ടുള്ളത്. ഇനി NDA-യുടെ ആ ഒരു പോരാട്ടം അതല്ലെങ്കിൽ ആ വിജയം അവർ നേടിയെടുത്തതാണ് നമ്മൾക്ക് ഇനി ഇവിടെ കണക്ക് നോക്കേണ്ടത്. അത് 2019 വരുന്നത് 15.64 ആണ്. പക്ഷെ അത് 2024 നമ്മുടെ നേട്ടമായിട്ട് വന്നത് 19.25 ആണ്. ഏകദേശം 4% അടുത്ത് കൂടുതൽ വന്നു എന്നുള്ളതാണ്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ്സുകാർക്കല്ല. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന ഒരു ക്യാപ്സൂൾ എന്തെന്നറിയാമോ? കോൺഗ്രസ്സുകാർ പൂർണ്ണമായിട്ടും കാവി നിക്കറിട്ടുകൊണ്ട് BJP-യെ ജയിപ്പിച്ചു എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് തെറ്റാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ 3% കുറവ് വന്നിട്ടുള്ളത്, കോൺഗ്രസിന്റേത് 2% കുറവ് വന്നിട്ടുള്ളത്. ആ ശതമാന കണക്കിന്റെ ഏകദേശം 5% അതിനടുത്താണ് BJP-ക്ക് വർധനവ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ജനങ്ങളെ ഇടത് വലത് അതല്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്, കമ്മ്യൂണിസ്റ്റിന്റെ വോട്ടുകളാണ്, കോൺഗ്രസിന്റെ കോട്ടയാണ്, കോൺഗ്രസിന്റെ വോട്ടുകളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അവരെ അടിമകളാക്കി കാലാകാലം നിർത്താം എന്നുള്ളതും അവരുടെ വോട്ടിങ്ങിൽ ഒരിക്കലും ചോർച്ച വരില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഈ ഇടത് വലതിന്റെ കോൺഫിഡൻസ്, അവിടെ തന്നെയാണ് മർമ്മത്തുള്ള അടി വന്നിട്ടുള്ളത്. ഇത് കേരളമാണ്, കേരളത്തിൽ ചാണകം ചവിട്ടില്ല, കേരളത്തിൽ പ്രബുദ്ധ ജനതയാണെന്നൊക്കെ ഞമ്മന്റെ ആളുകളും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആ പരസ്യവാചകം ഉണ്ടല്ലോ, അത് തന്നെയാണ് അവർക്ക് തിരിച്ചടിയായത്. അവർക്കിട്ട് തിരിഞ്ഞ് ആ പരസ്യവാചകം വന്നു എന്നുള്ളതാണ്. ഇത് കേരളം തന്നെയാണ്. ഈ കേരളത്തിലെ ജനങ്ങളെ ഇടത് വലത് വീതം വെച്ചുകൊണ്ട് എല്ലാ കാലത്തും ഞങ്ങളെ അടിമകളാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് തുറന്നു പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസം. സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല ഈ BJP-ക്ക് നേടാനായിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഏകദേശം 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ആലോചിച്ച് നോക്കണം, നമ്മളുടെ കേരളം ഭരിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം മണ്ഡലങ്ങൾ പിടിക്കണം എന്നുണ്ട് നമുക്കറിയാം. ഇവിടെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് സുരേന്ദ്രൻജി ഒക്കെ ഇതാ ഞങ്ങൾ 25-35 സീറ്റ് പിടിച്ച് കേരളം ഭരിക്കും എന്നുള്ളൊക്കെ ഒരുപാട് വാഗ്ധോരണികളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഈ ലോക്സഭാ ഇലക്ഷനിൽ അത് കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP 1-ാം സ്ഥാനത്ത് വന്നത്. അത് ചില്ലറ നേട്ടമൊന്നുമല്ല. മാത്രമല്ല ഇതിൽ എടുത്ത് പിന്നീട് പറയേണ്ടതെന്നറിയാമോ, ഇവിടെ 1 ലക്ഷത്തിന് താഴെ വന്നിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് മിനിമം 2-3 മണ്ഡലങ്ങളിൽ മാത്രമാണ്. 20-ൽ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഈ 1 ലക്ഷത്തിന് താഴെ വോട്ടുകൾ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം 1 ലക്ഷത്തിന് മുകളിലാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ശോഭാ സുരേന്ദ്രൻജി മത്സരിച്ച, അതുപോലെ ആലപ്പുഴയാണെങ്കിലും അതുപോലെ തിരുവനന്തപുരത്തെ RC രാജീവ് ചന്ദ്രശേഖർജി മത്സരിച്ച മണ്ഡലമാണെങ്കിലും ആറ്റിങ്ങലിൽ V മുരളീധരൻ സാർ മത്സരിച്ച മണ്ഡലമാണെങ്കിലും അങ്ങനെ ഒട്ടേറെ എടുത്തെടുത്ത് പറയാവുന്ന മണ്ഡലങ്ങളിലൊക്കെ ഗംഭീരമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു വേള അവർ ജയിക്കുമോ എന്ന രീതിയിലേക്ക് പോയതൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ആറ്റിങ്ങലായാലും തിരുവനന്തപുരം ആയാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം വന്നത് എന്ന് ചോദിച്ചാൽ അവിടെ BJP-യുടെ ആ ഒരു പോരാട്ടം മാത്രമായിരുന്നു. അവിടെ 3 മുന്നണികൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല, 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമായിരുന്നു. ആ 2 മുന്നണിക്ക് തന്നെ എടുത്തു പറയേണ്ട പ്രത്യേകതകളുണ്ട്. എന്തെന്നറിയാമോ,
NDA എന്ന് പറയുന്നത് നമ്മൾക്കറിയാം അവരുടെ ഘടകകക്ഷികൾ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ഘടകകക്ഷികൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾക്കറിയാം. പക്ഷെ ഈ ഇന്ത്യ മുന്നണി ഇവിടെ ഇടതും വലതും പരസ്പരം കോമ്പ് കോർക്കുമെങ്കിലും ഞങ്ങൾ വലിയ ശത്രുക്കളാണ്, ഞങ്ങളാണ് ഇവിടെ പോരാട്ടക്കാർ എന്നൊക്കെ കേരളത്തിൽ ഈ മണ്ടൻ മലയാളികളെ വിശ്വസിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ നടക്കുന്നത് അവരെല്ലാം ഒരൊറ്റ മുന്നണിയാണ് എന്നറിയാം. കാരണം പിണറായി വിജയനായാലും ഇവിടത്തെ ഈ VD സതീശനായാലും ഇവരുടെ നേതാവ് ആരാണ്? ലോക്സഭയിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഞമ്മന്റെ പപ്പുമോൻ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഈ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ പരസ്പരം പോരടിക്കുന്ന വലിയ സംഭവമാണെന്ന് കാണിക്കുക. എന്നാൽ കേന്ദ്രത്തിലേക്ക് എത്തുന്ന സമയത്തോ ജലദോഷമാണ്, അതുകൊണ്ട് ക്ഷമിക്കണം. കേരളത്തിലേക്ക് എത്തുന്ന സമയത്താണെങ്കിൽ കൃത്യമായിട്ടും അറിയാൻ പറ്റും ഈ കേന്ദ്രത്തിലെ ഇവരുടെ എല്ലാം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഈ പറയുന്ന ചങ്ങാതി തന്നെയാണ്. അപ്പോൾ ഇവിടത്തെ മണ്ടൻ മലയാളിക്ക് എന്നും മണ്ടന്മാരായിരിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ എന്ന ധാരണ മാറ്റിക്കൊടുത്ത ഒരു ഇലക്ഷൻ കൂടിയായിരുന്നു ഇത് എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് മാത്രമല്ല ഇനിയിപ്പോ വരാനിരിക്കുന്ന ബൈ ഇലക്ഷനുകൾ വരുന്നുണ്ട്. ഈ പാലക്കാട് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണേട്ടന്റെ അവിടെ വരാൻ പോകുന്നുണ്ട്, വടകരയിൽ വരാൻ പോകുന്നു, കുറെ സ്ഥലങ്ങളിലൊക്കെ ബൈ ഇലക്ഷൻസ് വരാൻ പോകുന്നുണ്ട്. മാത്രമല്ല ഇവിടെ വരാൻ പോകുന്നത് ലോക്സഭയിൽ തന്നെ ഞമ്മന്റെ വയനാട് മണ്ഡലത്തിൽ നിന്നും നമ്മുടെ പപ്പുക്കുട്ടൻ അത് രാജിവെച്ചുകൊണ്ട് ഓടാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ലോക്സഭയിലേക്ക് ഇവിടെ ഒരു ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു. അത്തരത്തിൽ വയനാട്ടുകാരെ മണ്ടന്മാരാക്കി എന്നുള്ളത് തന്നെ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ഊമ്പാവ എന്ന് പറയുന്ന പാട്ട് ഇവിടെ പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. അതൊരു അസഭ്യ വാക്കാണ് എന്ന് നമ്മൾക്കറിയാം, പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ആളുകൾ അത് മനസ്സിലാക്കുക. എന്തായാലും BJP നേടിയിട്ടുള്ള നേട്ടം അത് ആരുടേതാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ട് തന്നെ മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം നരേന്ദ്രമോദിജി ഇവിടെ വന്ന് പ്രസംഗിച്ച സമയത്ത് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു ഒരു വാക്ക്? കേരളം പിടിക്കും, വൈകാതെ ഞങ്ങൾ കേരളം പിടിക്കുമെന്ന് പറഞ്ഞ സമയത്ത് മോദിജിയെ കളിയാക്കാനും അതല്ലെങ്കിൽ ഇവിടുത്തെ BJP-ക്കാരെ കളിയാക്കാനും RSSനെയും ഹിന്ദുത്വ സംഘടനകളെയും ഒക്കെ കളിയാക്കാൻ വേണ്ടി നിന്നിരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും രംഗത്ത് വന്നിട്ടുള്ളത്. ഇനി ക്രിസ്ത്യൻ സമൂഹത്തെ നമ്മളോടൊപ്പം കൂട്ടിക്കെട്ടേണ്ട, അവർ ഞങ്ങൾ ക്രിസ്ത്യൻസ് വേറെയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് ഞമ്മന്റെ ആളുകൾ വേഷം മാറി വരുന്ന ഈ ക്രിസ്ത്യൻ നാമധാരികളാണ് എന്ന് നമ്മൾക്കറിയാം. കൃത്യമായിട്ടും ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഭാരതത്തിന്റെ നിലനിൽപ്പ് RSSന്റെയും BJP-യുടെയും കൈകളിൽ ഭദ്രമാണെന്നും അത് ഇനിയെങ്ങാൻ കൈവിട്ട് ഇറ്റലി മദാമ ഗണ്ഡി അടിമ അവരുടെ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഹിന്ദുക്കളെക്കാൾ ഒരു പരിധി ഹിന്ദുക്കളെക്കാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഹിന്ദുക്കൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളം എന്നല്ല ഏതൊരു ഭാരതത്തിലെ ഭൂപ്രദേശവും BJP-ക്ക് അനുകൂലമായിക്കൊണ്ട് താമര വിരിയാനുള്ള ഇടങ്ങളായി മാറ്റാൻ കഴിയുമെന്നിരിക്കെ അവർ വിചാരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് താത്വികമായിട്ടൊരു അവലോകനത്തിന് തന്നെ സ്കോപ്പുള്ള ഒരു വിഷയമാണ്. അത് മാറ്റിവെക്കാം. എന്നാലും BJP നേടിയിട്ടുള്ള ഈ ഗംഭീര വിജയം അത് ചരിത്രപരമായിട്ടുള്ള വിജയം തന്നെയാണ്. അത് കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഈ നിയമസഭ ബൈ ഇലക്ഷൻ നടക്കുകയാണ് ഇവിടെ പാലക്കാടൊക്കെ. വളരെ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് BJP-ക്ക്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ BJP ആദ്യ MLA O രാജഗോപാലിന് ശേഷം മറ്റൊരു MLA നിയമസഭയിലേക്ക് കാലെടുത്ത് വെക്കുന്ന അവസ്ഥ ഈ വരുന്ന ബൈ ഇലക്ഷനിൽ പാലക്കാട് ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അത്ര കണ്ടാണ് ജനങ്ങൾ ഈ രണ്ട് മുന്നണികളെ കൊണ്ട് മടുത്ത് ആകെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയായത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ വോട്ടിംഗ് ഷെയർ കൃത്യമായിട്ടും പുറത്തു വന്നത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മാക്രി കുഞ്ഞുങ്ങൾക്കും കോൺഗ്രസ് ഗണ്ഡി അടിമക്കാർക്കും ഒക്കെ അത്ര കണ്ട് പ്രാന്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതിനവർ എടുത്തിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് സുരേഷ് ഗോപി ആയാലും മറ്റേതൊരു BJP സംഘ അനുകൂല ആളുകളായിക്കോട്ടെ NDA-യുടെ ഘടകകക്ഷികളായിട്ടുള്ള ആളുകളായിക്കോട്ടെ അവരെയൊക്കെ പരിഹസിച്ചുകൊണ്ടും ട്രോളുകൾ ഇറക്കിക്കൊണ്ടും പരിഹസിക്കുക എന്ന ആ സിസ്റ്റം അത് അവർ എല്ലാ കാലവും ഉപയോഗിച്ചു വരുന്നത് തന്നെയാണ്. പക്ഷെ അത് തന്നെയാണ് ഇവിടെ BJP-യുടെ വിജയം എന്ന് പറയേണ്ടതുണ്ട്. എത്രത്തോളമാണോ BJP ആയാലും ഈ പറയുന്ന NDA-യുടെ മറ്റു ഘടകകക്ഷികളായാലും ഹിന്ദുത്വ സംഘടനകളായാലും ഹൈന്ദവരെ ഒന്നടങ്കമായാലും ക്രിസ്ത്യാനികളെ ഒന്നടങ്കമായാലും അപഹസിച്ചും പരിഹസിച്ചും ന്യൂനപക്ഷം എന്ന ആ പ്രീണനം അത് ഇസ്ലാമുകൾക്ക് മാത്രമായിട്ട് ഇവിടെ തീരെഴുതി കൊടുക്കപ്പെട്ടത് അത് തന്നെയാണ് ഇവിടുത്തെ ഈ BJP-യുടെ വിജയമായി ഈ വോട്ടിംഗ് ഷെയറിലെ വിജയമായി വന്നിരിക്കുന്നത് എന്ന് ആ മണ്ടയിൽ തലയിൽ ഇത്തിരിയെങ്കിലും ബുദ്ധിയുള്ള അതല്ലാതെ ഇസ്ലാമിക ജിഹാദികളുടെ അമേധ്യം നിറച്ചവന്മാർക്ക് അത് മനസ്സിലാക്കാനാവില്ല, അന്നം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാനാവും എന്നുള്ളത് കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.